ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ചീസ് ബോക്സ് ആണ് കേട്ടോ. പേര് കേട്ട് നിങ്ങൾ നെട്ടണ്ട, ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നല്ല ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നമുക്ക് ഒരുപാട് വഴേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ കുറച്ച് മാത്രമേ ഇത് ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ നേരത്തെ തന്നെ ഞാൻ കുരുമുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ്. എന്നിട്ട് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് വേവിച്ചിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. വേവിക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളിയും ചിക്കനൊക്കെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചീസാണ് കേട്ടോ ചേർക്കുന്നത്. ചീസ് എന്താണെങ്കിലും നിങ്ങൾ ചേർക്കാൻ നോക്കുക, ഉണ്ടെങ്കിലും ഉറപ്പായി ചേർക്കാം കേട്ടോ. ചീസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ 2 സ്ലൈസ് ചീസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നമ്മൾ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കണില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫില്ലിംഗ് ആണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ ഫില്ലിംഗ് റെഡി ആയിട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സമൂസിൻ്റെ ഷീറ്റാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സും ഇവിടെ പ്ലേറ്റിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫില്ലിങ്ങും. പിന്നെ ഞാനിതൊന്ന് ഒട്ടിക്കാൻ വേണ്ടി മൈദയിൽ കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ തന്നെ 2 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തെ ഒരു ഷീറ്റ് ഇതേപോലെ തന്നെ അതിൻ്റെ മുകളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയണേക്കാളും നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് മൈദ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. മൈദ പേസ്റ്റ് എന്താണെങ്കിലും ചേർക്കണം കേട്ടോ, എന്നാൽ തന്നെ ഇത് നല്ലോണം ഒട്ടിയിരിക്കുള്ളൂ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ ഷീറ്റിലും അതേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 സൈഡും ഞാൻ ഷീറ്റിൽ മൈദ പേസ്റ്റ് ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇവിടെ 6 കേട്ടോ കിട്ടിയത്. ഞാൻ 6 ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടൊന്നും ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല. കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരണം. ചൂടായി വരുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഓരോ ബോക്സും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ലോണം തന്നെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരുപാട് തീ കൂട്ടിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് 2 സൈഡും ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ്. അപ്പോൾ നമുക്ക് എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. ഇത് നമ്മൾ നല്ലോണം എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടാണ് കേട്ടോ മാറ്റിയിടണത്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊന്നും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതോടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നല്ല കാണാനും നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.